ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ 2024 PSC നടത്തിയ എല്ലാ പരീക്ഷകളുടെയും മലയാളം ചോദ്യപേപ്പറാണ്. ഏകദേശം ഒരു 16-17 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഏകദേശം അപ്പോൾ നമുക്കൊരു 170-180 ക്വസ്റ്റ്യൻസ് കിട്ടും. 2024 മാത്രം ചോദിച്ചിരിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു PSC എക്സാം നിങ്ങൾ മലയാളം സിലബസ് പഠിക്കാനുള്ള ഏതൊരു എക്സാമിന് പോയാലും കണ്ടിരിക്കേണ്ട വീഡിയോ ആണിത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 52/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം? മാവിൻ്റെ പര്യായ പദങ്ങളൊക്കെ അറിയണം അല്ലേ? മാവെന്ന് പറഞ്ഞാൽ ചൂതം മാവാണ്, ആമ്രം മാവാണ്, അതേപോലെ തന്നെ എന്താണ് രസാലം മാവാണ്. പിന്നെ മാവിനുള്ള കുറച്ച് പര്യായങ്ങളാണ് മാഗന്ധം പഠിച്ചു വെച്ചു, മാഗന്ധം മാവാണ്. പിന്നെയുള്ളത് സഹകാരം എന്നൊക്കെ പറയുന്നത് മാവിൻ്റെ പേരാണ്. സോ വരകമാണ് ഇവിടെ, ശബ്ദമല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാവെന്ന പദത്തിൻ്റെ ശബ്ദമല്ലാത്തത് ഓപ്ഷൻ ബി വരകമാണ്. വരകം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. കറക്റ്റ് മീനിങ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ശരിയായ പദം കണ്ടെത്തുക. ഏതാണ്? നമുക്കറിയാം ഏതാണ് ശരിയായ പദം. കവയിത്രി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ പദം. കവയിത്രി എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? കവയിത്രി. ഓക്കെ, നെക്സ്റ്റ് വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം വിദ്വാൻ, വിദുഷി. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമാണ്. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അരയാലിനെയാണ് അശ്വത്ഥം എന്ന് പറയുന്നത്. അശ്വത്ഥം, അരയാൽ. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹമാണ് എന്ത്? ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ എന്താണ് പിപാസ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. ഓക്കെ, എന്താണ് വിവക്ഷ എന്ന് പറഞ്ഞാൽ പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. എന്താണ് ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് ഭക്ഷിക്കാനുള്ള ആഗ്രഹം. ഓക്കെ, വിപരീത പദം എഴുതുക. സ്വഗീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് പരഗീയം. സ്വഗീയം ഓപ്പോസിറ്റ് പരഗീയം. നെക്സ്റ്റ് എന്താണ്? പടക്കളം പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? പട പ്ലസ് കളമാണ് പടക്കളം. ഓപ്ഷൻ സി പട പ്ലസ് കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത്? ഓലപ്പാമ്പ് കാട്ടുക. എന്തായിരിക്കാം ഓലപ്പാമ്പ് കാട്ടുക? ഭീഷണിപ്പെടുത്തുകയാണ് ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞാൽ. ഇനി ശരിയായ വാക്യം കണ്ടെത്തുക. മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് ഈ ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വഴിയുമില്ലാത്ത, മറ്റു വഴികളൊന്നും ഇല്ലാത്ത. അപ്പോൾ അവിടെ എല്ലായിടത്തും എന്താണ് ഈ മറ്റു എന്ന വേർഡ് നമുക്കവിടെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. സോ ആൻസർ വരുന്നത് ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? നൽ പ്ലസ് നൂല് ചേർത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നൽ പ്ലസ് നൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ നന്നൂലാണ് നൽ പ്ലസ് നൂൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, 41/24 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. അടിമത്തം, അതേപോലെ തന്നെ ഐച്ഛികം, ആജാനബാഹു. ഏതാണ് ഇവിടെ ശരിയായത്? അടിമത്തം മാത്രമാണ് ശരിയായി വരുന്നത്. ഐച്ഛികം എങ്ങനെയാണ് എഴുതുന്നത് ശരിയായിട്ട്? ഐച്ഛികം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഐച്ഛികം. അതേപോലെ ആജാനബാഹുവല്ല, ഇവിടെ ഒരു നൂ ഉണ്ട്, ആജാനുബാഹുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തെറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുനിപ്പും കൂടി വേണം. ആജാനുബാഹു. ഇവിടെ എന്താണ്? ഇതല്ല വരേണ്ടത്, ചായയും കൂടി കൂടിച്ചേർന്ന് ഐച്ഛികമാണ്. സോ ഓപ്ഷൻ എ 1 മാത്രമാണ് ഇവിടെ ശരിയായി വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. അധ്യാപകനാണ് ഇവിടെ പഠിക്കാത്തത്. സോ ഇതെന്തായാലും നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ തെറ്റാണെന്ന്. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. അതും ഒരു ചേർച്ചയില്ല. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഇത് കറക്റ്റ് അല്ലേ? കുട്ടി പഠിക്കാത്തതുകൊണ്ടാണ് അധ്യാപകൻ ശകാരിക്കുന്നത്. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാ? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ, ഓരോ തുള്ളിയും എന്താണ്? നമുക്ക് എന്താ ഒരു സമുദ്രം ഉണ്ടാക്കാൻ പറ്റും. അതായത് പല തുള്ളി പെരുവെള്ളം എന്നതിൻ്റെ, അതായത് ഇതിൻ്റെ കറക്റ്റ് മലയാള വിവർത്തനം എന്ന് പറയുന്നത് പലതുള്ളി പെരുവെള്ളം എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏതാണ്? ചലമാണ്.
ഇനി അചലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പർവ്വതമാണ്. അചലം പർവ്വതമാണ്. ശൈലം പർവ്വതമാണ്. ശൈലം, അചലം, ഗിരി, അതേപോലെ തന്നെ നഖം, ഇതെല്ലാം എന്താണ്? അദ്രി. അദ്രിയൊക്കെ എന്താണ്? പർവ്വതത്തിൻ്റെ പര്യായമാണ്. ചലമാണ് ഇവിടെ പർവ്വതത്തിൻ്റെ പര്യായമല്ലാത്ത വരുന്നത്. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക. ജംഗമം എന്താണ്? സ്ഥാവരം, സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറയത്തില്ലേ? ഇപ്പൊ ജംഗമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ് സ്ഥാവരം എന്ന് പറയുന്നത്. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം, സ്ത്രീലിംഗ പദമാണ് വേണ്ടത്. കർഷകൻ എന്താണ്? കർഷക, കർഷകയാണ് കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. കൈയാടിയെങ്കിലേ വായാടു എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? കൈയാടിയെങ്കിലേ വായാടു. എന്താണ്? കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണമാണോ? അല്ല. അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടൂ, അതുമല്ല. ജോലി ചെയ്യുന്നവനെ സംസാരിക്കാൻ അവകാശമുള്ളൂ എന്നുള്ളതല്ല. പ്രവൃത്തി ചെയ്താലേ നമുക്ക് എന്താണ്? ഉപജീവനത്തിനുള്ള വഴിയുണ്ടാകൂ. അതായത് കൈകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ നമ്മുടെ നമ്മുടെ ഭക്ഷിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകൂ എന്നുള്ളത്. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിണ്ടലം എന്താണ്? വിണ്ടലം എങ്ങനെയാണ് എഴുതുന്നത്? വിൺ പ്ലസ് തലമാണ് വിണ്ടലം. വിൺ പ്ലസ് തലം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ ആരാണ്? കഞ്ച നേർമിഴി. കഞ്ച നേർമിഴി. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് അങ്ങാടി, കമ്പോളം, ആപണകം, പിന്നെന്താണ്? തെരുവ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഈ അങ്ങാടിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങാടി, കമ്പോളം, തെരുവ് മാത്രമാണ് ഇവിടെ സമാന പദമല്ലാത്തതായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുലം, കൂലം, ശരിയായ അർത്ഥ ജോഡി ചെയ്ത്, അതായത് കുലത്തിൻ്റെ മീനിങ് എന്താണോ അതേപോലെ തന്നെ കൂലത്തിൻ്റെ മീനിങ് എന്താണോ ശരിയായിട്ടുള്ള, അതായത് കുലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? വംശം എന്നാണ്. കുലം വംശമാണ്. ഇത് നമ്മുടെ 22/24 ക്വസ്റ്റ്യൻ പേപ്പർ. കുലം എന്ന് പറഞ്ഞാൽ വംശമാണ്. കൂലം എന്ന് പറഞ്ഞാൽ തീരം, തീരമാണ് കൂലം. അപ്പോൾ എന്താണ്? വംശം ആദ്യം. ഇവിടെ നോക്കിക്കേ, തീരം വംശം തിരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. കുലത്തിൻ്റെ അർത്ഥം ആദ്യം വന്നം, കൂലത്തിൻ്റെ അർത്ഥം രണ്ടാമത് വന്നം. സോ ഓപ്ഷൻ എ വംശം, തീരം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം? ജാമാതാവ്. ജാമാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? മരുമകൻ. മരുമകനെയാണ് ജാമാതാവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. ഞാൻ എത്ര താമസിച്ചു കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ചു കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും. നമുക്കറിയാം ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ തന്നെ അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. അതാണ് ഇവിടെ ശരിയായ പദം. NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദമാണിത്. നിരേക്ഷേപ പത്രം. നിരേക്ഷേപ പത്രമാണ് NOC. അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥമാണ് എന്ത്? അലംഭാവം. മതിയെന്നുള്ള ഭാവത്തെയാണ് നമ്മൾ അലംഭാവം എന്ന് പറയുന്നത്. മതിയെന്നുള്ള ഭാവം. ഓക്കെ, നെക്സ്റ്റ്. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ആർദ്രം എന്ന് പറഞ്ഞാൽ നനവുള്ളത്, നനവുള്ള, അതാണ് ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത്, ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്ത ഏതാണ്? വെണ്ണീറാണ്. വെണ്ണീർ അല്ല, വിണ്ണാറാണ്. ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് വിണ്ണാർ. അതായത് രണ്ടെണ്ണം കൂടിച്ചേരുമ്പോൾ എന്താണ്? ഒരു വർണ്ണം പോയി മറ്റൊന്ന് വന്നതിനെയാണ് നമ്മൾ ഇപ്പം ഇതെങ്ങനെയാണ്? കൺ പ്ലസ് നീർ എന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതാണ് കണ്ണീരെന്ന്. അതായത് ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം എന്താണ്? ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നതിനാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ഇനി ഋഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റപ്പദമാണ് എന്ത്? ആർഷം. ആർഷമാണ്. ആർഷമാണ് ഋഷികളെ സംബന്ധിച്ചത്. സർക്കുലർ എന്ന പദത്തിന് ഉപയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? സർക്കുലർ. സർക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപത്രം. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? വൃദ്ധി. വൃദ്ധി എന്താണ് ഓപ്പോസിറ്റ്? ക്ഷയമാണ്. ക്ഷയം. ലോപസന്ധിക്ക് 20/24 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ലോപസന്ധിക്ക് ഉദാഹരണമാണ് ഇത്? വന്നില്ല. അതായത് എന്താണ് ഇവിടെ? വന്നു പ്ലസ് ഇല്ല. ഇവിടെ രണ്ട് വർണ്ണം എന്ത് ചെയ്യണം? ഒരു വർണ്ണം ലോപിച്ച് വരും. വന്നു പ്ലസ് ഇല്ല ആണ് വന്നില്ല. ഇവിടെ ഊ ആണ്. ഇവിടെ ഊ ലോപിച്ച് ഈ കൂടി ചേരും. അതാണ് വന്നില്ല എന്ന് വരുന്നത്. നദി എന്ന പദത്തിന് സമാനമായ പദം ഏത്? നദി. വാഹിനി ആണ് നദി എന്ന പദത്തിന് സമാനമായത്. ശരിയായ പദം കണ്ടെത്തി എഴുതുക. ഏതാണ് ശരിയായ പദം? തിരശ്ചീനം. ഇതാണ് ശരിയായ പദം. നമുക്ക് ഇത് രണ്ടും ആയിരിക്കും ഡൗട്ട്. ഇത് രണ്ടും നമുക്ക് തെറ്റാണെന്ന് ഓൾറെഡി കാണുമ്പോൾ തന്നെ അറിയാം. തിരശ്ചീനം ഇതിവിടെയാണ്. ഇതാണ് ശരിയായി വരുന്നത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം? താങ്കൾ, മിടുക്കർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ. ഇവിടെ എന്താണ് പൂജക ബഹുവചനം? താങ്കൾ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആര്? ദിദൃക്ഷു എന്ന് പറയുന്നത്. നമ്മൾ പിപ്പാസു പറഞ്ഞു എന്ത്? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. മുമുക്ഷു എന്താണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൾ. മുമുക്ഷു എന്താണ്? മോക്ഷം ആഗ്രഹിക്കുന്നവർ. അതാണ് മുമുക്ഷു.
പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം എഴുതുക. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമാണ് എന്ത്? ഓടിക്കുന്നു. അതായത് എന്താണ് പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ? അതായത് കർത്താവ് ഒരാളുടെ പ്രേരണ മൂലം ചെയ്യുന്നവിന് ഓടിക്കുന്നു. പക്ഷെ ഓടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. ഇപ്പം കാണുന്നു, താഴുന്നു, കേൾക്കുന്നു, അതൊക്കെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഓടിക്കുന്നു. അതേപോലെ ഉറങ്ങുന്നു. ഉറങ്ങുന്നു എന്ത് ക്രിയയാണ്? ഉറങ്ങുന്നു എന്ന് പറയുന്നത് ഒരു കേവല ക്രിയയാണ്. അതിൻ്റെ പ്രയോജക ക്രിയ എന്ത് വരും? ഉറക്കുന്നു. ഉറക്കുന്നു എന്ന് പറയുന്നത് നമ്മളെന്താ മറ്റൊരാളുടെ പ്രേരണ മൂലം ചെയ്യുന്നതാണ്. അതേപോലെ പഠിക്കുന്നു. പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കേവല ക്രിയയാണ്. പക്ഷേ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ പ്രേരണ മൂലം നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ? പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? അത് പ്രയോജക ക്രിയയാണ്. ഇനി ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. ആരോഹണം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഹണം അവരോഹണമാണ്. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അയവിറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നതിനാണ് നമ്മൾ അയവിറക്കുക എന്ന് പറയുന്നത്. വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ എന്ത് വരും? വിണ്ടലം. വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. താഴെ തന്നിരിക്കുന്നതിൽ പുല്ലിംഗ ശബ്ദം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ, മകൾ, സമർത്ഥ. ഇതെല്ലാം എന്താണ്? സ്ത്രീലിംഗ ശബ്ദമാണ്. ഇവിടെ പുല്ലിംഗ ശബ്ദമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മിടുക്കനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 25/24 ക്വസ്റ്റ്യൻ പേപ്പർ. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്. അതായത് എന്താണ്? ഇരുമ്പ് നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ അടിച്ചു പരത്തണം. അതായത് എന്താണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ആവശ്യക്കാരന് ഔചിത്യമല്ല. കടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ് ഒന്നുമല്ല. കാര്യത്തിന് കഴുതക്കാലം പിടിക്കണം അതൊന്നുമല്ല. എന്താണ്? സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന് പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിപാദം വിഗ്രഹിക്കുന്നതാണ് എന്ത്? പാണിയും പാദവും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം. സ്വാമികൾ, ജ്യോത്സ്യർ, വൈദ്യർ ഇവയെല്ലാം എന്താണ്? പൂജക ബഹുവചനമാണ്. അധ്യാപകരാണ് പൂജക ബഹുവചനമല്ലാത്തത്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലിംഗ ബഹുവചനമാണ് അല്ലേ? അധ്യാപകർ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആരാണ്? ഒരു സാറ് അങ്ങനെയായിരിക്കും. അധ്യാപിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ലേഡി ടീച്ചറെ ആയിരിക്കും. അപ്പം ഇതൊന്നും അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗം ആകാം, പുല്ലിംഗം. അപ്പം എന്താണ് അതിനെ നമ്മൾ അധ്യാപകർ എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ നമുക്കത് ഏത് ലിംഗമാണെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അതിനെ എന്ത് പറയും? അലിംഗ ബഹുവചനം എന്ന് പറയും. വണ്ട് എന്ന പദത്തിന്റെ അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? അളി, ഭ്രമരം, മധുപം, ഭൃംഗം ഇതെല്ലാം എന്താണ്? വണ്ടാണ്. വണ്ട്. അതിന് മറ്റൊരു ഒന്നും കൂടിയുണ്ട്, മധുവ്രതം. മധുവ്രതം എന്ന് പറഞ്ഞാലും വണ്ടാണ്. സോ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്തിന് ഇതാണ്? വണ്ടിന് പര്യായ പദങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം എഴുതുക. ഏതാണ് ശരിയായ പദം വരുന്നത്? അനുഗ്രഹീതനാണ് ശരിയായ പദം. യാദൃച്ഛികം എങ്ങനെയാണ് എഴുതുന്നത്? യാദൃച്ഛികം. ഇവിടെ ഈ ചായും കൂടി കൂടുന്നത്. ചായല്ല വേണ്ടത്, ഇതാണ്. അതിഥി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിഥി. തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. അപ്പം അതിഥി ഇങ്ങനെയാണ്. അഞ്ജലി എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ വേണം ആദ്യം എഴുതാനായിട്ട്, എന്നിട്ട് വേണം ചായ എഴുതാൻ. ആദ്യം ചായ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പം അഞ്ജലി ഇതാണ് ശരിയായത്. വിണ്ടലം. വിണ്ടലം എന്താണ്? വിൺ പ്ലസ് സ്ഥലം. ഇത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. വിണ്ടലം എന്താണ്? വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. കൽമതിൽ. കൽമതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽ പ്ലസ് മതിലാണ് കന്മതിൽ. കന്മതിലിനെ പിരിച്ചെഴുതുമ്പോഴാണ് കൽ പ്ലസ് മതിൽ എന്ന് വരുന്നത്. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോജനമില്ലാത്ത വസ്തുവിനെയാണ് നമ്മൾ ഏട്ടിലെ പശു എന്ന് പറയുന്നത്. ഉന്മീലനം. ഉന്മീലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തുറക്കുക, ആ ഒരു മീനിങ് ആണ്. കണ്ണ് തുറക്കുക എന്നൊക്കെ പറയും ഉന്മീലനം. അപ്പം എന്താണ്? നിമീലനം. നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടക്കുക. അപ്പോൾ ഉന്മീലനത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആര്? ജിജ്ഞാസു. ജിജ്ഞാസു ആണ് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ആരാണ് ജിഗീഷു? ജിഗീഷു എന്ന് പറഞ്ഞാൽ ആരാണ്? ജയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിഗീഷു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27/24 ക്വസ്റ്റ്യൻ പേപ്പർ. ശരിയായ പ്രയോഗം ഏത്? 10 തെങ്ങ്, 10 തെങ്ങുകൾ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. ഇവിടെ 10 തെങ്ങെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ എന്താണ്? ആ തെങ്ങുകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇത് തെറ്റാണ്. 100 പുസ്തകമാണ് ശരി. 100 പുസ്തകങ്ങൾ എന്ന് പറയില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് എന്ത്? നേത്രി. നേതാവ്, നേത്രി. മിന്നാമിനുങ്ങ എന്ന പദത്തിന്റെ പര്യായ പദമാണ് പ്രകാശകൻ, പ്രകാശിതം, തൈജസ കീടം, ഗദ്യോതം. ഇവിടെ ആൻസർ വരുന്നത് തൈജസ കീടം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങാണ്. ഗദ്യോഗം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങാണ്. പിന്നെയുള്ള കുറച്ചും കൂടി പഠിച്ചു വെച്ചു. ഇന്ദുകീടം. ഇന്ദുകീടമല്ല, ഇന്ദുഗോപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നാമിനുങ്ങാണ്.
പ്രഭാകീടം എന്ന് പറഞ്ഞാൽ മിന്നാമിനിങ്ങാണ്. നിശാമണി എന്നൊക്കെ പറഞ്ഞ എന്താണ്? മിന്നാമിനിങ്ങാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് 3ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പം മിന്നാമിനിങ്ങിൻ്റെ പര്യായമാണ് തൈജസകീടം, ഗദ്യോതം, നിശാമണി, ഇന്ദുഗോപം, പ്രഭാകീടം. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം, ഫടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വഞ്ചകൻ. ഭടനാണ് പോരാളി യോദ്ധാവ് എന്നൊക്കെ പറഞ്ഞാൽ, ഫടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വഞ്ചകൻ. സോ ഇവിടെ 1 മാത്രമാണ് ഇവിടെ ശരിയായി വരുന്നത്. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്നവയാണ് ഏതൊക്കെ? അർത്ഥവും വിത്തവും. അപ്പൊ ഏതൊക്കെ വരും? 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം. ഇനി ശരിയായ വാക്കുകൾ ഏവ? രക്ഷകർത്താവ് ഹാർദവം, രക്ഷാകർത്താവ് ഹാർദം. എന്താണ്? രക്ഷകർത്താവ് എന്ന് പറയില്ല, എന്താണ്? രക്ഷാകർത്താവാണ് ശരി. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? ഇത് ശരിയാണ്. ഹാർദവം എന്ന് പറയില്ല, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ഹാർദവമായി എന്ന് പറയില്ല. സോ ഹാർദമാണ് ഇവിടെ ശരിയായി വരുന്നത്. സോ ഏതുവരും? 2ഉം 4ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. ഫാഷൻ മോങ്ങർ എന്ന പദത്തിന് ഉചിതമായ തർജ്ജിമ. ഫാഷൻ മോങ്ങർ എന്ന് പറഞ്ഞാൽ ആരാണ്? അഴകിയ രാവണൻ. 1 മാത്രമാണ് ഇവിടെ ശരിയായി വരുന്നത്. ഫാഷൻ മോങ്ങർ, അഴകിയ രാവണൻ. കഥയുടെ പ്രധാനമായ അംശം എന്ന് വരുന്നതാണ് എന്ത്? കഥാസാരമാണ് കഥയുടെ പ്രധാനമായ അംശം. സോ ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ഇവിടെ ശരിയായി വരുന്നത്. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. പിൽക്കാലം എങ്ങനെയാണ്? ഏത് വരും? പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം, കൺ പ്ലസ് നീരാണ് കണ്ണീർ. അപ്പോൾ ഏത് വരും? 1ഉം 3ഉമാണ് ശരി. സോ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായി വരുന്നത്. അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അകത്ത് കത്തിയും പുറത്തു പത്തിയും, അതായത് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും കാണിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? അകത്ത് കത്തിയും പുറത്തു പത്തിയും. സോ ഓപ്ഷൻ ഇതാണ് ശരി. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. 78/2024 ശരിയായ രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. കൈയെഴുത്ത്. ഇങ്ങനെയാണ്, നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരും, കൈയെഴുത്ത് എന്നൊക്കെ തരും. ഇതൊക്കെ തെറ്റാണ്. ആൻസർ എങ്ങനെയാണ്? കൈയെഴുത്ത്. ഇതാണ് ശരിയായി വരുന്നത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? നെന്മണി. നെല് പ്ലസ് മണിയാണ് നെന്മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റ പദമാണ് എന്ത്? വൈയാകരണനാണ് വ്യാകരണം അറിയുന്നവൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ എന്ന് പറഞ്ഞാൽ അത് ഒരു അലിംഗ ബഹുവചനമാണ്. ചിലർ എന്ന് പറയുന്നത്, ചിലർ അത് ആണുങ്ങളാവാം പെണ്ണുങ്ങളാവാം. ഇനി പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവപുടം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും? പല്ലവത്തിൻ്റെ പുടം, അതാണ് പല്ലവപുടം വിഗ്രഹിക്കുമ്പോൾ. സമാന പദം എഴുതുക. മഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ സമാന പദമായിട്ട് വരുന്നത് പ്രാലേയമാണ് മഞ്ഞ്. മാൻ എന്ന വാക്കിൻ്റെ പര്യായമാണ് എന്ത്? മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനാണ്. ച പ്ലസ് ഉന്നു, ഇതെന്താണ്? PSC ക്യാൻസൽ ചെയ്തതാണ് ച പ്ലസ് ഉന്നു എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ശരിയായ വാക്യം ഏത്? മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല. മറ്റിതര സംസ്ഥാനങ്ങളുടെയും, അതെന്താണ്? അവിടെ ശരിയല്ല. പിന്നെ എന്താണ്? ഏകദേശം 100ഓളം. ഓളം വരുമ്പോൾ തന്നെ അത് ഏകദേശം എന്ന മീനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ശരിയല്ല. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം, അതും എന്താണ്? തെറ്റാണ്. ഓരോ എന്നുള്ള റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് അല്ലേ. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം അല്ലെ. സുപ്രസിദ്ധനായത് അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടി എന്ന് പറയും. അതായത് എന്താണ്? തെറ്റായ കാര്യങ്ങൾ കുപ്രസിദ്ധൻ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? 38/2024 നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ആണ്. ഡിഗ്രി ലെവലിൽ നടന്ന എക്സാം ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ്? വിദ്യുത് ശക്തി. ഇത് രണ്ടും എന്തായാലും നമുക്കല്ലെന്നറിയാം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഇതാണോ എന്നുള്ളതായിരിക്കും. അപ്പം ആൻസർ വരുന്നത് വിദ്യുത് ശക്തി എന്നുള്ളതാണ്. ഇനി ശരിയായ വാക്യം കണ്ടെത്താനാണ്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടുള്ള ഭൂമി. ഇത് വായിക്കുമ്പോൾ എല്ലാം സെയിം ആയിട്ട് വരും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി എന്നുള്ളതാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ. എനിക്ക് തലവേദനയുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. ഫ്രം ആണ് വരുന്നത്. ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടല്ലേ. അറിയാനുള്ള ആഗ്രഹമാണ് എന്ത്? ജിജ്ഞാസ.
പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? പക്ഷിക്കൂട് നീടമാണ് പക്ഷിക്കൂട് എന്ന് പറയുന്നത്. ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദമാണ് എന്ത്? വാഗ്വാദമാണ് വാക്ക് പ്ലസ് വാദം. ഓപ്ഷൻ സി. അമരം എന്ന പദത്തിന്റെ വിപരീത പദമാണ് എന്ത്? അണിയം. അമരം അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? അധികമായാൽ അമൃതം വിഷം, അതാണ് പഴഞ്ചൊല്ല്. ബാക്കിയെല്ലാം എന്താണ്? ഒരു ശൈലിയായിട്ട് വരുന്നതാണ്. അധികമായാൽ അമൃതം വിഷമാണ് പഴഞ്ചൊല്ല്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. താവഴി എന്ന് പറഞ്ഞാൽ എന്താണ്? തായ് പ്ലസ് വഴിയാണ് താവഴി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ്? പെങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏകവചനമല്ലേ? നമ്മൾ ഒരാൾക്ക് പറയുന്നതാണ് പെങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 66/2024 വിപരീത പദം എഴുതുക. വിയോഗം ഓപ്പോസിറ്റ് എന്താണ്? സംയോഗം. ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്നർത്ഥം വരുന്നത് എന്താണ്? പക്ഷി. വിഹകം എന്നാൽ പക്ഷിയാണ്. ചേർത്തെഴുതാനാണ് ദു പ്ലസ് ജനം, ദുർജനം. ശരിയായ ജോഡി എഴുതുക. മുഖം വദനം ശരിയാണ്, ആനന്ദമല്ല ആനനമാണ്. അപ്പൊ ഇത് തെറ്റാണ്. തോഴൻ ചങ്ങാതിയാണ്, അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, ഇതും തെറ്റാണ്. മഞ്ഞ് നീഹാരം തുഷാരം, ഇത് ശരിയായ പ്രസ്താവനയാണ്. സോ വീതി എന്താണ്? വഴി. പാതയായിരുന്നെങ്കിൽ നമുക്ക് തരാം, പക്ഷെ ഇവിടെ എന്താണ്? പത എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ഇതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ വരുന്നത് മഞ്ഞ് നീഹാരം തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ എന്താണ്? ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കാത്തത്, ഇതെന്താണ്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇതും എന്താണ്? ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി പിരിച്ചെഴുതുക. അവൻ എങ്ങനെയാണ് പിരിച്ചെഴുതുക? ആ പ്ലസ് അൻ ആണ് അവൻ. ആ പ്ലസ് അൻ അവൻ. ശരിയായ പദം എഴുതുക. ആഖ്യാനം, ആഹ്യാനം. ഏതാണ്? ആഖ്യാനം. ഓപ്ഷൻ എ ആഖ്യാനമാണ് ശരിയായ പദം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് എന്ത്? കുന്നിനെ കയം കാണിക്കരുത് ആണോ? നിത്യാഭ്യാസി ആനയെ എടുക്കും, അതുമല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല, അതുമല്ല. എന്താണ്? നാടോടുമ്പോൾ നടുവേ ഓടണം. കാലദേശങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അതേപോലെ എവരി പോട്ട് പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് പറയുന്ന ശരിയായ പരിഭാഷ എന്താണ്? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതാണ് എവരി പോട്ടർ. അതായത് ഏതൊരു പോട്ടർക്കും എന്താണ്? തൻ്റെ സ്വന്തം ഉണ്ടാക്കുന്ന സാധനം എപ്പോഴും എന്താണ്? നല്ലതായിരിക്കും. അതേപോലെ തന്നെയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ശരിയായ പദം എഴുതുക. 51/2024 ശരിയായ പദം എഴുതുക. ഏതാണ് ഇവിടെ ശരിയായി വരുന്നത്? ഓപ്ഷൻ എ അഗാധതയാണ് ശരിയായിട്ട് വരുന്നത്. ലേൺ ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദിസ്ഥമാക്കുകയെ പറയുന്ന പേര്. നമ്മൾ കാണാപ്പാഠം പഠിക്കുക എന്നൊക്കെ പറയത്തില്ല, അതിനെയാണ് ലേൺ ബൈ ഹാർട്ട് എന്ന് പറയുന്നത്. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് എന്ത്? ആ ജന്മം. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്ത പദം. മഞ്ഞ് എന്ന തൊട്ട് മുമ്പ് നമ്മൾ ഇത് തന്നെയല്ലേ കണ്ടത്? മഞ്ഞ് ഹിമം എന്താണ്? മഞ്ഞാണ്. നീഹാരം മഞ്ഞാണ്, തുഷാരം മഞ്ഞാണ്. അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഹരിണമാണ്. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ദുഷ്ടൻ. ശിഷ്ടനാണ് വിപരീത പദം, ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? വിളയെ ശരിയായി സംരക്ഷിക്കുന്നു, അതാണോ? അല്ല. വേലി നല്ല ബലമുള്ളതായിരിക്കണം, അതുമല്ല. പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളത്, അതാണ് വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന് പറയുന്നത്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് വരും? തീ പ്ലസ് കനലാണ് തീക്കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് എന്ത്? നായിക. നായകൻ, നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം. രവം, സ്വനം, ധ്വനി, ഇതെല്ലാം ശബ്ദമാണ്. വാണിയാണ് ശബ്ദം എന്ന പദം അല്ലാത്ത. വാണി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗുരുക്കൾ, അവർകൾ, വൈദ്യർ, ഇതെല്ലാം എന്താണ്? പൂജക ബഹുവചനമാണ്. അധ്യാപകന്മാരാണ് പൂജക ബഹുവചനത്തിന് അല്ലാത്തതായി വരുന്നത്. നെക്സ്റ്റ് 94/24, അതായത് നമ്മുടെ ട്രിവാൻഡ്രം LD ക്വസ്റ്റ്യൻ പേപ്പർ. അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം. അനപദ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥൻ. ഇത് നമ്മുടെ ഇതിന്റെ ആൻസർ ആണ്. സന്തതി ഇല്ലാത്തവനാണ് അനപദ്യൻ. ഇത് നമ്മുടെ അവരുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ളതാണ്. അനപദ്യൻ എന്നാൽ സന്തതി ഇല്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഏതാണ്? കവയിത്രിയാണ് ശരിയായ പദം. വിമ്മിഷ്ടം എങ്ങനെയാണ് എഴുതേണ്ടത് ശരിയായിട്ട്? വിമ്മിട്ടം ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്. സാമ്രാട്ട് അല്ല, എന്താണ്? സമ്രാട്ട്. ഇവിടെ ഈ സാ എന്നുള്ളത് വേണ്ട. ഐകമത്യമല്ല, ഐകമത്യം. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? സലിംഗം എന്താണ്? പുരുഷന്മാർ.
അതാണ് സലിംഗ ബഹുവചനമായിട്ട് വരുന്നത്. മിടുക്കർ, ശൂദ്രർ, അധ്യാപകർ, അതെന്താണ് നമുക്ക് ലിംഗം നിർവചിക്കാൻ പറ്റില്ല. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സലിംഗ ബഹുവചനമാണ്. ശ്ലോകത്തിൽ കഴിക്കുക എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണത്തിന്റെ വർണ്ണം, പിഞ്ഞാണത്തിന്റെ വർണ്ണം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം. പുട്ട് ഔട്ട് മിക്കപ്പോഴും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പുട്ട് ഔട്ട് എന്താണ്? അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവർ ദ്രൗണി ആര്? അശ്വത്ഥാത്മാവ്. ദ്രൗണരുടെ പുത്രനാണ് ദ്രൗണി. ദ്രൗണി ആരാണ്? അശ്വത്ഥാത്മാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിത് പ്ലസ് മുദ്ര. ഓപ്ഷൻ സി ആണ്, ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. അതേപോലെ താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? വിശ്വസ്തൻ. ഇതിങ്ങനെയല്ല എഴുതേണ്ടത്, ഇതാണ് തെറ്റ്. എഴുതേണ്ടത് എങ്ങനെയാണ്? വിശ്വസ്തൻ. തായാണ് വരേണ്ടത്. ഇതാണ് ശരിയായ പദം. ഓക്കെ, അപ്പം നമ്മുടെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ LPST ഉണ്ടായിരുന്നു, UPSCയുടെ എക്സാം ഉണ്ട്. ഇത് രണ്ടിലും എന്താണ്? കുറച്ചും കൂടി കട്ടിയായ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കാര്യം അവർക്ക് പെഡഗോഗിയും സൈക്കോളജിയും ഒക്കെ മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ 2024 ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. അടുത്ത എക്സാമിന് പോകുന്ന മുമ്പ് ഉറപ്പായിട്ടും കണ്ടിട്ട് വേണം പോകാനായിട്ട്. താങ്ക്